ഹായ്, വന്നവരിൽ പലരും മെയിനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് മുഴുക്ക അനുവുമായിട്ടുള്ള ഇഷ്യൂവിനേക്കാൾ ഉപരി റെന ഫാത്തിമയും ഈ ആദിലയും നൂറും തമ്മിലുള്ള പ്രശ്നമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അധികം പേര് അത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. അത് നമ്മൾ ചിലരുടെ കമൻസിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. റെന ഫാത്തിമ എന്ന് പറയുന്ന അത്രയും അറഗൻ്റായ ഒരു കുട്ടിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ന്യൂറെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂറയ്ക്ക് എന്താണ് പെട്ടെന്നൊരു മാറ്റം? ഇത്രയും ദിവസം സൈലൻ്റ് ആയിരുന്ന അവൾ പെട്ടെന്ന് മാറി എന്താ? നോമിനേഷനിലേക്ക് അവൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇൻഡിപെൻഡൻ്റ് ആക്കുകയും രണ്ടുപേരെയും ഒന്നായിട്ട് കണക്കാക്കാതെ ആദിലെയും ന്യൂറയും ഡിഫറൻ്റ് ആക്കുന്നു. ആ ഡിഫറൻഷ്യേറ്റിൽ നിന്നുകൊണ്ട് അവർക്ക് കളിക്കേണ്ടി വരുന്നു. ന്യൂറയ്ക്ക് പിടിവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂറ കുറച്ച് സ്മാർട്ട് പ്ലേ എടുത്തതെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഇവർ തമ്മിൽ സംസാരിച്ചതിൽ രാത്രിയിൽ ഉണ്ടായ വഴക്കിൽ ഇവർ പറഞ്ഞൊരു കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോതം വരുമ്പോൾ ജയിക്കാൻ വേണ്ടി പറയുന്നതാണ്. രണ്ടുപേരും ചൈൽഡിഷ് ആണെന്ന് തോന്നുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഒരു പേജ് ലെവലിന് അങ്ങനെ തോന്നുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കുട്ടികൾ തമ്മിലുള്ള വഴക്കായിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ ആദില കുറേ കൂടെ സൈലൻ്റ് ആണ്. പക്ഷേ നൂറ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് റെന ഫാത്തിമ. അത് അത്യാവശ്യമാണ് അവർക്ക്, അത് കിട്ടേണ്ടത് തന്നെയാണ്. അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ് റെണയ്ക്ക് കിട്ടുന്നത്. അപ്പം റെണ പറയുന്ന ഒരു കാര്യം, എൻ്റെ ബോയ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് വേണോ എന്ന്. ആ ഒരു ചോദ്യം വളരെ മോശപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം അവർ ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാരണം വഴക്കല്ലേ, വഴക്കിൻ്റെ ഇടയിൽ ജയിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇവർ അങ്ങോട്ട് പറഞ്ഞൊരു കാര്യവും കുറച്ച് കുഴപ്പം പിടിച്ചതാണ്. അവർ മസാജ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം മസാജിങ് സെൻറ്റർ ഒരു മോശപ്പെട്ട തൊഴിലൊന്നുമല്ല. മസാജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വൈദ്യശാല പോയി അവിടെയും മസാജ് ഉണ്ടല്ലോ. അപ്പോൾ അതൊരു മോശപ്പെട്ട സംഗതിയൊന്നുമില്ല. പക്ഷേ അവരെ മസാജിങ് സെൻറ്ററുകാരികൾ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലമാണ് ഇവർ ഉദ്ദേശിച്ചതെങ്കിൽ അത് മോശപ്പെട്ടൊരു ഇതല്ലേ. അപ്പം അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റാണ്. ശരിക്കും കൊടുക്കുന്നുണ്ട് റെന ഫാത്തിമയ്ക്ക്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാനത് ഒരുപാട് ആഗ്രഹിക്കുന്നു കേട്ടോ. പെൺകുട്ടിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇതിനകത്ത് കോമഡി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഒരാൾ വന്നുള്ള ജിഷിൻ പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് മധ്യസ്ഥത ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. ആ മധ്യസ്ഥത ചർച്ചയിൽ രണ പറയുന്നതാണ്, ഇവളുടെ സൗണ്ട് ഉണ്ടല്ലോ കേൾക്കാൻ വയ്യ, ചീവീട് പോലെയാണെന്ന്. നൂറയ്ക്കല്ല ചീവീട്, അവളാണ് ചീവീടെന്നൊക്കെ പുറത്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ ഉമ്മ വളരെ അഭിമാനത്തോടു കൂടി മകളെ പറ്റി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ അനാവശ്യമായി അതിനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് ആ കുട്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യുന്നത്. സോ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ചെയ്തിട്ടുള്ളത്. ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ കമ്മ്യൂണിറ്റി കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. 1 ടൈം 2 ടൈംസ് ഒക്കെ ഓക്കെ, ബട്ട് ദാറ്റ് കമ്മ്യൂണിറ്റി കാർഡ് പിന്നെയും കോൺസ്റ്റൻ്റ്ലി ഉപയോഗിക്കുന്നത് ശരിയായൊരു നടപടിയല്ല. എന്നിരുന്നാലും അവർ ഇൻസൾട്ട് ചെയ്ത് ശരിയല്ല. അപ്പാനി ശരത്ത് ക്ഷമ ചോദിച്ചിട്ടൊന്നും അവർ അംഗീകരിക്കാത്ത നല്ലൊരു കാര്യം തന്നെയാണ്. ആദിലയെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് നൂറ, നീ പിന്നെ അയാൾ സോറി പറഞ്ഞപ്പം ബേബി മിണ്ടാതിരുന്നത് ശരിയല്ല എന്ന് നൂറ പറയുമ്പോൾ നൂറ റെന ഫാത്തിമയെ കോംപ്രമൈസ് ആകുന്നുണ്ട്. വഴക്ക് കൂടി ജയിക്കാൻ പറഞ്ഞ് അവസാനം റെന ഫാത്തിമ പൊട്ടിക്കരയുമ്പോൾ നൂറ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് കോംപ്രമൈസ് ആകുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ആദില അത് ശരിയായ നടപടിയല്ല എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൾ ഉപദേശിച്ചിട്ട് അവൾ അങ്ങനെ ചെയ്തതിനോട് ആദിലയ്ക്ക് എതിർപ്പുണ്ട്. ആദില കറക്റ്റാണെന്ന് ഞാൻ പറയും. കാരണം ദേഷ്യം വരുമ്പോൾ എന്ത് പോക്കൃത്തരവും പറയുകയും ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാമോ അതെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അപ്പുറത്ത് നിൽക്കുന്നവർ പയ്യെ സ്പ്ലിറ്റായി പോയപ്പോൾ ഉണ്ടായ ഒരു മാറ്റമുണ്ടല്ലോ, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. 5 പേര് വന്ന് കയറുമ്പോൾ ഈ 5 പേരും പറയുന്ന കാര്യങ്ങളും അവരുടെ ആറ്റിറ്റ്യൂഡിലും വെച്ചിട്ട് ഔട്ട്സൈഡുള്ളത് പ്രശ്നമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പാനി ശരത്ത് പയ്യെ നഴുവുന്നു. അതേപോലെ ബാക്കിയുള്ളവരും പയ്യെ ഒതുങ്ങുന്നു. ആ ഒതുക്കം പ്രശ്നമാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പാനി ശരത്തിന് മനസ്സിലാകാൻ വീട്ടിലെ പട്ടി ആട്ടുന്നത് കണക്ക് അനുവിനെ ആട്ടുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് കൂടുതൽ അപ്പാനിയിട്ടത് ദേഷ്യം. അപ്പാനിക്ക് അത് മനസ്സിലായില്ല. മേ ബി നിങ്ങൾക്ക് പുറത്ത് ആളെ അറിയാമായിരിക്കാം, പക്ഷെ അത് ആ ഷോയാണ്. ഷോയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു അക്സെപ്റ്റൻസ് അല്ല, അവർക്ക് കൊടുക്കേണ്ട ഒരു സ്പേസ് കൊടുക്കാതെ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് ഒരാളും അംഗീകരിക്കില്ല എന്ന് ഈ മണ്ടൻ അറിയാത്തത് കൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല. വളരെ മോശം ബിഹേവിയറാണ് അനുവിനോട് അയാൾ ഇപ്പോഴും ചെയ്യുന്നത്. ഈ ആദിലയെ കോംപ്രമൈസിന് വിളിക്കുന്നുണ്ടെങ്കിൽ ആദില അടുത്തേക്ക് പോകുന്നില്ല. ആദിലയും നൂറയും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. അതിൽ ഏറ്റവും സ്ട്രോങ് ആദിലയാണെന്ന് ഞാൻ പറയും. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും കീറാതെയും വിളിക്കാതെയും പ്രശ്നം വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ്. പറയേണ്ടത് ശക്തമായ ഭാഷയിൽ പറയുന്നു, ഒച്ചയിട്ട് പറയുന്നു, തഗ് കൊടുത്ത് പറയുന്നു. ആദില സൂപ്പർ സ്ട്രോങ് ആണ്. സൂപ്പർ സ്ട്രോങ്.
നൂറ അത്രയുമല്ല. നൂറയ്ക്ക് ഭയവുമുണ്ട്, ഒരു ഡബിൾ സ്റ്റാൻഡുമുണ്ട്. അത് പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും. റണ ഫാത്തിമയോട് ക്ഷമിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ റണ ഫാത്തിമയോട് ക്ഷമിക്കേണ്ട കാര്യമില്ല. ഇതൊരു പണിഷ്മെൻ്റ് ആയിരിക്കണം. ആ കുട്ടിയോട് ക്ഷമിക്കുകയും അതിനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയും ചെയ്താൽ അത് ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കും. ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതിനോട് ക്ഷമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കൂടെയുള്ള മത്സരാർത്ഥികളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, മോഹൻലാൽ തന്നെ പറഞ്ഞു കൊടുക്കണം. കാരണം റണ ഫാത്തിമ എന്ന വ്യക്തിക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് മനസ്സിലാകാനിട്ടാണ് അനുമോളെ അത്രത്തോളം പുറകെ നടന്ന് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിനൊരു സംസ്കാരമുണ്ട്. നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണ്. ഒരു വയസ്സിന് മുതിർന്നതാണെങ്കിലും ചേട്ടാ ചേച്ചി എന്നൊക്കെ വിളിച്ച് തന്നെയാണ് നമുക്ക് ശീലം. അല്ലാതെ വയസ്സിന് മൂത്തവരോട് അത്രയും മോശമായ രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസും ആ ഷോയിൽ കൂടെ കിട്ടുന്ന ഒരു പ്രിവിലേജും വേണോ വേണ്ടേന്നൊക്കെ ചിന്തിക്കാൻ സാമാന്യ ബോധമുള്ള കുട്ടിക്ക് സാധിക്കും. അത്രയും ഉയരങ്ങളിൽ എത്തുമ്പോൾ അത് ഉയരം തന്നെയാണ് അവളുടെ വയസ്സിനെ വെച്ച് നോക്കുമ്പോൾ. അവിടെ എത്തുമ്പോൾ നമ്മൾ നില മറന്നു പോകരുത്. ചിലയിടങ്ങളിൽ നിന്നല്ല, എല്ലായിടത്തും ആ കുട്ടിയെ നിലവിടുന്നുണ്ട്. എല്ലാവരെയും വളരെ മോശമായി പറയുന്നുണ്ട്. ഈ കുട്ടികളെയും അനുവിനെയും കിട്ടുമ്പോൾ അനുവിനെ അടിക്കുന്നുണ്ട്. അതൊക്കെ മോശമാണ്. ഒന്നുമില്ലെങ്കിൽ അവളുടെ ഏജ് അവൾ കൺസേൺ ചെയ്യണം. തിരിച്ച് അനു അത് കൺസേൺ ചെയ്യുന്നുണ്ട്. വളരെ വേദനയോടെ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്നു. ഒന്ന് കരഞ്ഞ ഉടനെ മെൽറ്റ് ആവാൻ ആദിലയ്ക്കോ നൂറയ്ക്കോ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങധികം ഇവൾ കാരണം അനു കരഞ്ഞിട്ടുണ്ട്. അനു കരഞ്ഞത്രയുടെ അതിൻ്റെ ഒരു പകുതി പോലും ഇവൾ കരഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും ക്ഷമിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ക്ഷമ കൊടുക്കുന്നത് അത് അർഹിക്കുന്നവർക്കായിരിക്കണം, അല്ലാതെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് റാണികൾക്കായിരിക്കരുത്. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. റണ ഫാത്തിമ ഷുഡ് എവിക്റ്റ്. അവിടെ നിൽക്കാൻ ഒരു അർഹതയും ഇല്ലാത്തൊരു സ്ത്രീയാണ്. സ്ത്രീ എന്ന് തന്നെ ഞാൻ പറയും. കാരണം അവളുടെ ഏജ് മറന്നുപോയി. 2K കിട്ട് ഇങ്ങനെയല്ല. എല്ലാവരോടും പുച്ഛം, എല്ലാവരുടെ അടുത്തും ഒരുമാതിരിയത്തെ ഒരു വല്ലാത്ത ബിഹേവിയർ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. പുറത്തുനിന്ന് വന്നവർ അവരെ വിളിച്ചിരുത്തി കാര്യം പറയുമ്പോഴും തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഇവളെന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവളെന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പം നിൻ്റെ നാക്കിൽ നിന്ന് വീഴുന്നത് എന്താണ്? നീ എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? ഈ ടീം വർക്കിൻ്റെ കൂടെ പോയിരുന്ന് അവന്മാർക്കൊപ്പം ഇരുന്നപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരുത്തനും ഇല്ലാത്തത് കണ്ടോ? എന്നെ അടുപ്പിച്ചില്ല, എന്നെ കയറ്റിയില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഒറ്റപ്പെട്ടു പോകാനുള്ള കാരണം താൻ തന്നെയാണെന്നുള്ള ബോധം കുട്ടിക്കുണ്ടോ? എന്താണെന്നെങ്കിലും വളരെ മോശമായി പോയി. ആ ഉമ്മ ഇപ്പോഴും വന്നിരുന്നുകൊണ്ട് വായ്ത്താളം പറയുന്നത് എൻ്റെ മോൾ അങ്ങനെയാണ്, ചീവീടെന്ന് വിളിക്കല്. ചീവീടിനൊക്കെ എത്രയോ ഭേദം. അതിനേക്കാൾ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് മകളെ വിളിക്കേണ്ടത്. 19 വയസ്സുകാരി ആയതുകൊണ്ട് തന്നെ പലരും കൺസേൺ ചെയ്യുന്നു, മിണ്ടുന്നില്ല എന്നത് ഒഴിച്ചാൽ ഇത്രയും മോശപ്പെട്ട ഒരു പെൺകൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നോറ പഴയത് മറന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ നോറയ്ക്ക് സപ്പോർട്ടീവായി നിന്നവർ നിരാശപ്പെടുകയാണ് ചെയ്യുന്നത്. ആ നിരാശ അവർക്ക് കൊടുക്കരുത്. കാരണം അത്രത്തോളം മോശപ്പെട്ട വർത്തമാനം ആ പെണ്ണ് നിങ്ങളെ പറ്റിയും അനുവിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ഒരു പരിധി വരെ ആ ബുള്ളിങ്ങിന് കാരണക്കാരിയായതും റണ തന്നെയാണെന്ന് ഞാൻ പറയും. നടന്ന സംഭവങ്ങളൊന്ന് റീകളക്ട് ചെയ്താൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ ഫെയിലിയർ ആയതുകൊണ്ട് മാത്രമാണ് ഒരു ചേഞ്ച് വന്ന് അവരോട് കോംപ്രമൈസിന് വന്നത്. അല്ലാത്ത പക്ഷം ക്യാപ്റ്റൻ ആയിരുന്നു അവളെങ്കിൽ ഇതായിരുന്നില്ല സീന് എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു വൃത്തികെട്ട ക്യാരക്ടറിൻ്റെ ഉടമയാണ് റണ ഫാത്തിമ. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സ്വഭാവമല്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ. താങ്ക് യു.